ഇതൊരു പ്രായപാലം തന്നെ എന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ മിരിയാം ചെന്ന് ചോദിച്ചു, ഈ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതിന് ഒരമ്മയെ നോക്കട്ടെ. മിരിയാം ഈ മോശയുടെ സഹോദരിയാണ്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫറവോന്റെ പുത്രിയാണ് മോശ എന്ന് പേരിട്ടത്. ഉടനെ വിളിച്ചുകൊണ്ട് വാ, ഞാൻ ശമ്പളം കൊടുക്കാം. എന്നിട്ട് ഈ കുഞ്ഞിനെ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, പാല് കൊടുത്തിട്ട് ഇവിടെ പോകും, പിന്നെ പാല് കൊടുക്കേണ്ട സമയം വരുമ്പോൾ വരും, പിന്നെ പാല് കൊടുത്ത് പോകുമെന്ന്. അങ്ങനെയല്ല, പാല് കൊടുക്കാൻ വേണ്ടി വളർത്തും പാല് കൂടി മാറുന്നത് വരെ ഈ തള്ളയുടെ കയ്യിൽ കൊടുത്തയച്ചു. പിന്നെ ഒരു പേരിട്ടു, പുത്രപുത്രിയെ വളർത്തി. ഒരു പെട്ടകമാണ്, മറ്റൊന്ന് യഹോവയുടെ പെട്ടകമാണ്. സൂത്രം, കതിരമരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാകണം. സൂത്രം, ആ പെട്ടകത്തിൽ സൂത്രം അത് പൊന്നുകൊണ്ട് പൊതിയണം, പലക പൊന്നുകൊണ്ട് പൊതിയണം. മുഖാമുഖം നോക്കി നിൽക്കുന്ന 2 കെരൂബുകൾ സ്വർണം കൊണ്ടുണ്ടാക്കണം. ദൈവം പറഞ്ഞതുപോലെ എല്ലാം മോശ ചെയ്തു. ഈ പെട്ടകത്തിനകത്ത് മോശയുടെ തളിർത്ത വടി, അഹരോന്റെ തളിർത്ത വടി, പിന്നെ മണ്ണയിട്ട് വെച്ച പൊൻപാത്രം, പിന്നെ യഹോവയുടെ അഗ്നി വിരലുകളാണ്, പിരികളിൽ കൽപ്പലകകളിൽ എഴുതിയ കൽപ്പനകൾ അടങ്ങിയ 2 കൽപ്പലകകൾ. ഈ 3 ദിവസത്തെ കാര്യങ്ങളും ഈ പെട്ടകത്തിൽ. എന്താണ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം? ഈ വചനങ്ങളെ കേട്ട് അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവരായിരിക്കണം ദൈവം. ദൈവം വിശ്വാസത്താലാണ് തന്റെ ജനത്തെ നടത്തുന്നത്. അതുകൊണ്ട് എന്റെ ജനം വിശ്വാസത്താൽ ഏത് ആവശ്യങ്ങളും അവർ പ്രാപിച്ചെടുക്കും. മരുഭൂമിയിൽ തങ്ങൾ ആവശ്യങ്ങളെ ദൈവം അറിഞ്ഞിട്ട് അവർ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചു നിലവിളിച്ചപ്പോ ദൈവം മഞ്ഞവർഷിപ്പിച്ചു കൊടുത്തു. വെള്ളം പിളർന്നു വെള്ളം കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, ഇറച്ചിക്കാൻ. സൂത്രം, ആവശ്യത്തിന് മതിവരുവോളം ദൈവമെല്ലാം ചെയ്യും. എന്താ കാര്യം? പെട്ടകത്തോടുകൂടെ ദൈവത്തെ ഈ പെട്ടകത്തിന് മുമ്പിലല്ലേ നമ്മൾ ഇസ്രായേൽ ജനം തുള്ളിച്ചാടി ദാവീദും മറ്റുമൊക്കെ ശക്തിയോടെ ആരാധിച്ചത്. ഈ പെട്ടകം ചെല്ലുന്നിടത്തല്ലേ യുദ്ധങ്ങൾ ജയിച്ചത്. ഈ പെട്ടകം വ്യവസ്ഥയില്ലാതിരുന്നിടത്തല്ലേ അവന് 20 വർഷം ഇരുന്നിട്ടും ഒരു ഗുണം പിടിക്കാതെ വന്നത്. ഈ പെട്ടകം വ്യവസ്ഥയോട് 3 മാസം ഇരുന്നപ്പോഴല്ലേ ഓബേദേദോമിന്റെ കുടുംബം രക്ഷപ്പെട്ടു. ഈ പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ ദാവീദിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചപ്പോൾ അവന്റെ കൈയിൽ തന്നെ മുറിഞ്ഞു വീണില്ലേ. യഹോവയുടെ പെട്ടകം വ്യവസ്ഥയില്ലാതെ തൊട്ടപ്പോൾ ഉസയും വലിച്ചു പട്ടുവീണില്ലേ. പെട്ടകത്തെ നാം സൂക്ഷ്മതയോടെ ഭയത്തോടുകൂടെ, ദൈവകൃപയാണ് പെട്ടകം, ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് ഈ പെട്ടകം നിമിത്തം ജാതികൾ വരച്ചു. ഈ പെട്ടകം നിമിത്തം നിന്നെ ദൈവം വിടുവിച്ചുവെന്ന് അവർ അറിയും. ഈ പെട്ടകം നിമിത്തം നിന്റെ ദ്വീപ് വെള്ളത്തിൽ മുങ്ങിപ്പോകയില്ല, നിന്റെ നന്മകൾ ഈ ലോകത്തിൽ തകർന്നു പോകയില്ല. ഈ പെട്ടകം നിമിത്തം മഹിമ ധരിച്ചു വാഴുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാക്ഷ്യമായി നമ്മൾ ആയിത്തീരും. സ്വന്തം നന്ദി കൊടുത്തു.